ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ശരിക്കും നന്നായി സംസാരിക്കുന്നവർ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് പഠിക്കുന്നത്. ഇത്തരം സെൻറ്റൻസുകൾ എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. തുടങ്ങാം. ഫസ്റ്റ് സെൻറ്റൻസ്, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ്. കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ് എന്ന് ചോദിച്ചാൽ എന്താ? അത് ദയവായി വിശദീകരിക്കാമോ? അത് ദയവായി വിശദീകരിക്കാമോ എന്നാണ്. അപ്പോൾ പൊളൈറ്റായിട്ട് ചോദിക്കുകയാണ്. ഒരു എക്സാമ്പിൾ സെൻറ്റൻസ്, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ് അഗെയിൻ. അത് ഒന്നുകൂടി ദയവായി വിശദീകരിക്കാമോ എന്നാണ്. നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അല്ല നമുക്ക് പിടികിട്ടിയിട്ടില്ലെങ്കിൽ ചോദിക്കുക എങ്ങനെ? കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ മീ ദാറ്റ്. ഓക്കെ, മറന്നു പോകരുത്. നെക്സ്റ്റ് വൺ, കുഡ് യു സേ ദാറ്റ് അഗെയിൻ. തൊട്ട് മുമ്പ് പഠിച്ച പോലെ തന്നെ വേറൊരു രീതിയിൽ നമ്മൾ മനോഹരമായിട്ട് ചോദിക്കുകയാണ്. കുഡ് യു പ്ലീസ് സേ ദാറ്റ് അഗെയിൻ. എന്താണ്? അത് ഒരിക്കൽ കൂടി പറയാമോ? അത് ഒരിക്കൽ കൂടി പറയാമോ? കുഡ് യു എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഇത് പൊളൈറ്റാണ്, ചോദിക്കാൻ ഒരു മടിയും വേണ്ടതില്ല. ഇങ്ങനെ ചോദിക്കാം. ഒരു എക്സാമ്പിൾ സെൻറ്റൻസ്, സോറി കുഡ് യു സേ ദാറ്റ് അഗെയിൻ. ക്ഷമിക്കണം, അത് ഒരിക്കൽ കൂടി പറയാമോ? ഓക്കെ, നെക്സ്റ്റ് വൺ, സോറി ഐ ഡിഡ്ന്റ് ക്യാച്ച് ദാറ്റ്. ഇതും നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് പിടികിട്ടാത്ത കാര്യങ്ങൾ അവരോട് വീണ്ടും ചോദിക്കാനുള്ള പൊളൈറ്റായിട്ടുള്ളൊരു മാർഗമാണ്. ക്ഷമിക്കണം, അത് ഒരിക്കൽ കൂടി പറയാമോ? ക്ഷമിക്കണം, അത് ഒന്നുകൂടി പറയാമോ എന്നാണ് ചോദ്യം. സോറി ഐ ഡിഡ്ന്റ് ക്യാച്ച് ദാറ്റ്, കുഡ് യു സ്പീക്ക് സ്ലോലി. ക്ഷമിക്കണം, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് പതുക്കെ സംസാരിക്കാമോ എന്നാണ്. നെക്സ്റ്റ് സെന്റൻസ്, ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ്. ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ്. ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അത് ഉദ്ദേശിച്ചില്ല എന്നാണ്. ഞാൻ അത് ഉദ്ദേശിച്ചില്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഐ എം സോറി ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ്. ക്ഷമിക്കണം, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദാറ്റ്സ് നോട്ട് വാട്ട് ഐ മെന്റ്. ഇതും നമുക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സെന്റൻസ് ആണ്. ഇതൊക്കെ റിയൽ ലൈഫിൽ ഉപയോഗിച്ച് തുടങ്ങുക. ഓക്കെ, ദാറ്റ്സ് നോട്ട് വാട്ട് ഐ മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് ഇത്. നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ദാറ്റ്സ് നോട്ട് വാട്ട് ഐ മെന്റ്, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഞാനത് വിശദീകരിക്കാം, ഞാനത് വിശദീകരിക്കട്ടെ എന്നാണ്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഞാനത് വിശദീകരിക്കട്ടെ. നെക്സ്റ്റ് വൺ, ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. എനിക്ക് പൂർണ്ണമായി ശരിക്കും മനസ്സിലാവുന്നു. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നാണ്. ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ഹൗ യു ഫീൽ. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ എനിക്കിപ്പോൾ പൂർണ്ണമായി മനസ്സിലാകുന്നു. ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ഹൗ യു ഫീൽ. നെക്സ്റ്റ് വൺ, ഐ സീ വാട്ട് യു മീൻ. ഇതും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സെന്റൻസ് ആണ്. ഏകദേശം അതേ അർത്ഥം തന്നെ.
നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി. I see what you mean now. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ, യു നെവർ നോ. യു നെവർ നോ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കറിയാം, അല്ലെങ്കിൽ എന്തും സംഭവിക്കാം എന്നാണ്. ഇതൊന്നും പ്രത്യേകം മനസ്സിലായിരിക്കണം. യു നെവർ നോ എന്ന് പറഞ്ഞാൽ ആർക്കറിയാം, അല്ലെങ്കിൽ എന്തും സംഭവിക്കാം. ഒരു എക്സാമ്പിൾ സെന്റൻസ് ഞാൻ പറയട്ടെ. ടേക്ക് ആൻ അംബ്രല്ല, യു നെവർ നോ. ഒരു കുട എടുത്തോളൂ, നമുക്കറിയില്ല, നമുക്ക് എന്തു സംഭവിക്കാം. അതായത് മഴ പെയ്യാം, അല്ലെങ്കിൽ പെയ്യാതിരിക്കാം, എന്തായാലും ഒരു കുട എടുത്തോളൂ എന്നാണ്. യു നെവർ നോ എന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കാം, അല്ലെങ്കിൽ ആർക്കറിയാം. ഇതൊരു ഫ്രേസ് ആണ്, അക്ഷരാർത്ഥത്തിൽ അല്ല നമ്മൾ ഇതിന്റെ അർത്ഥം എടുക്കേണ്ടത്. ആർക്കറിയാം എന്നാണ്. ഓക്കെ, ആർക്കറിയാം, അല്ലെങ്കിൽ എന്തും സംഭവിക്കാം. നെക്സ്റ്റ് വൺ, ഹൂ നോസ്. ഹൂ നോസ് ഇങ്ങനെ പറഞ്ഞാലും ആർക്കറിയാം എന്ന് തന്നെയാണ് അർത്ഥം. ആർക്കറിയാം. ഒരു എക്സാമ്പിൾ സെന്റൻസ്, ഹൂ നോസ് മേ ബി ഹി വിൽ കം ടുമോറോ. ആർക്കറിയാം, ഒരു പക്ഷെ അവൻ നാളെ വന്നേക്കാം, അല്ലെങ്കിൽ അവൻ നാളെ വരാം. ഹൂ നോസ് വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ്, ഹൂ നോസ്. നെക്സ്റ്റ് വൺ, I'll figure it out, or I will figure it out. ഇതിന്റെ അർത്ഥം ഞാൻ അതെങ്ങനെയെങ്കിലും കണ്ടെത്തിക്കോളും, അല്ലെങ്കിൽ ഞാൻ അത് എങ്ങനെയെങ്കിലും കണ്ടെത്തി പരിഹരിക്കും എന്നർത്ഥത്തിലാണ്. ഒരു എക്സാമ്പിൾ സെന്റൻസ് നോക്കുമ്പോൾ വേഗം മനസ്സിലാവും. ഡോണ്ട് വറി, I'll figure it out. വിഷമിക്കേണ്ട, ഞാനിത് എങ്ങനെയെങ്കിലും പരിഹരിക്കും എന്നാണ്. I'll figure it out. Figure it out എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക എന്നതിൻ്റെ ഒരു ഫ്രേസൽ വേർബാണ്, ഒരു ഫ്രേസാണ്. അപ്പോൾ I'll figure it out എന്ന് പറഞ്ഞാൽ ഞാൻ അത് എങ്ങനെയെങ്കിലും കണ്ടെത്തി പരിഹരിക്കും. ഓക്കെ, ഇനി I will take care of it എന്ന് പറഞ്ഞാൽ ഞാനത് നോക്കിക്കോളാം, എന്ന് പറയാനാണ്. അപ്പോൾ ഡോണ്ട് വറി about the tickets. Don't worry about the tickets. I will take care of it. ടിക്കറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം, അത് ഞാൻ എടുത്തോളാം, അല്ലെങ്കിൽ ഞാൻ അത് സംഘടിപ്പിച്ചോളാം. I'll take care of it. അത് ഞാൻ നോക്കിക്കോളാം. യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളല്ലേ നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതെല്ലാം ഡെയിലി ലൈഫിൽ എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഉപയോഗിക്കുന്ന സെന്റൻസുകളാണ്. അതുകൊണ്ട് ഇത് ഗ്രാമർ ഒന്നും നോക്കാതെ തന്നെ ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളും മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കും. So thank you so much for watching this video. I hope we'll catch you in the next video. See you soon. Bye-bye.